UDF തന്നെയായിരിക്കും മുൻതൂക്കം ഉണ്ടാകുക. ഏകദേശം എത്ര സീറ്റ് UDF ഉണ്ടാവും? ഏകദേശം ഒരു 90 മുതൽ 100 സീറ്റുകളൊക്കെ ഭൂരിപക്ഷത്തിൽ UDF മുന്നണി. ഇനിയിപ്പോ UDF ആണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആരാണ്ടാവുക? രമേശ് ചെന്നിത്തലയ്ക്ക്. LDF ആണ് സാധ്യതയുള്ളത്. അവർ 10 വർഷം കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പൂർണ്ണമായിട്ടും യോഗ്യതയുള്ള ഒരു പാർട്ടിയും അതിന് ഏറ്റവും നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതും LDF തന്നെയാണ്. എത്ര സീറ്റ്? മാക്സിമം ഒരു 80-85 90-നുള്ളിൽ സീറ്റ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ UDF കയറി വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും LDF മുന്നേറ്റം തീർച്ചയായിട്ടും ഉള്ളത്. അതെ, നാട്ടിൽ ഇലക്ഷൻ അല്ലേ? ഇവിടെ മേലിന്ന് ബോംബാണോ മിസൈലാണോ അറിയാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടില് ജയം ചോദിച്ചാണ് UDF എനിക്ക് തോന്നുന്നുണ്ട്. UDF എത്ര സീറ്റ് ഉണ്ട്? ഏകദേശം ഒരു 85+ അബോ. ഇനിയിപ്പോ UDF ആണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത? നമ്മുടെ താല്പര്യത്തില് VD സതീശനാകാനാണ്. നമ്മളെല്ലാം UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. CPM എത്ര സീറ്റ് കിട്ടും LDF? എന്തായാലും 90 വരെ കിട്ടും. LDF ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ എത്ര സീറ്റ് കിട്ടും LDF? പറയാൻ പറ്റില്ല. LDF വരുമെന്ന് വിചാരിക്കുന്നു. 85 to 90 എന്തായാലും കിട്ടും UDF. മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ആവാനാ സാധ്യത. അപ് ടു 85 to 100 ആണ് നമ്മൾ ഒരു കണക്കൂട്ട് UDF പ്രതീക്ഷ. എന്തായാലും UDF അധികാരത്തിൽ വരുന്നുള്ളത് 100% ഉറപ്പാണ്. UDF ആണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആരെങ്കിലും രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശനോ. നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാവില്ലേ? VD ആകണം എന്നാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ ആ ഒരു രാഷ്ട്രീയപരമായിട്ട് ചെന്നിത്തല വരാനാണ് സാധ്യത കൂടുതലുള്ളത്. UDF ഒരു സാധ്യത കാണുന്നത്. എന്നാലും LDF ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. ആരായിരിക്കും മുഖ്യമന്ത്രി? നമ്മുടെ ഉദ്ദേശം UDF ഭരണത്തിൽ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ. ഇവർക്ക് ആഗ്രഹം ആരോടാണ് കൂടുതൽ താല്പര്യം? നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം രമേശ് ചെന്നിത്തലനോടാണ്. LDF കൂടുതൽ സാധ്യത. LDF ഇത്രയും 10 വർഷം കൊണ്ടുള്ള അവരുടെ ഒരു ഭരണത്തിന്റെ മികവ് വെച്ചിട്ട് LDF തന്നെ വരാനായിട്ടാണ് കൂടുതൽ സാധ്യത. 10 വർഷമായിട്ട് LDF ഭരിക്കുന്ന കേരളം ഒരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം UDF ജയിക്കും, യാതൊരു സംശയമില്ല. സീറ്റ് പറയാനായില്ലെങ്കിലും ഭരണം തീർച്ചയായിട്ടും UDF വന്നിരിക്കും. UDF ആണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെന്തായാലും VD സതീശൻ തന്നെയായിരിക്കും. UDF അധികാരത്തിൽ വരും തന്നെയാണ് അഭിപ്രായം. ഇപ്പൊ UDF ആണെങ്കിൽ ആരായിരിക്കും നിങ്ങൾ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി നിങ്ങൾ ആഗ്രഹം? എന്റെ ആഗ്രഹം VD സതീശനാവണമെന്ന്. UDF കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകും. ഏകദേശം എത്ര സീറ്റ് കിട്ടും? പക്ഷേ പറഞ്ഞ പോലെ 100% എന്തായാലും കിട്ടും. അപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ BJP വരരുത്, അത്രേ ഉള്ളൂ. പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF വരുന്നതാണ് പ്രതീക്ഷ. പിന്നെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ LDF ഭരണം ഉണ്ടാവും. അതെ, നമ്മള് UDF ആക്കിയാലും LDF തന്നെ ഈ പ്രാവശ്യം എന്തായാലും LDF തൂക്കും. അപ്പൊ തുടർ ഭരണം ഉണ്ടാവും. അതെ, 3.0 മുൻതൂക്കം UDF കാണുന്നത്. എങ്കിലും ഇപ്രാവശ്യം നല്ല ടൈറ്റ് മത്സരമായിരിക്കും. UDF ആണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാണ് നിങ്ങളൊരു ആഗ്രഹം? മുഖ്യമന്ത്രി സതീശനായിരിക്കാൻ സാധ്യത. തീർച്ചയായിട്ടും UDF തന്നെ. സീറ്റിന്റെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നല്ല, നമ്മൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഒരു രീതി ഇപ്പോൾ മനസ്സിലാകുന്നില്ല. എന്നാലും ഒരു 90-ന്റെയും 100-ന്റെയും ഇടയിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. മുഖ്യമന്ത്രി നിങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും VD സതീശൻ തന്നെ. UDF മുന്നണി ഇപ്പം UDF LDF ഈക്വൽ ആയിട്ടായിരിക്കും വരാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആര് വരണം? നമുക്ക് UDF ഇപ്പം മുൻഗണന കൊടുക്കുന്നത്. UDF ആണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രമേശ് ചെന്നിത്തല ഒന്നും കൂടി എക്സ്പീരിയൻസ് ഉള്ള. അതായത് ഇപ്രാവശ്യം വരാൻ ചാൻസ് കൂടുതൽ UDF ആണ്. 75% UDF ഉള്ളത്. അപ്പൊ ഏത് മുന്നണിക്കായിരിക്കും? LDF. തുടർ ഭരണം ഉണ്ടാവും തീർച്ചയായിട്ടും. UDF. അപ്പൊ എത്ര സീറ്റ് ഏകദേശം ഉണ്ടാവുന്ന അറിയാം? 100. ഇപ്പൊ UDF ആണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിപ്പോ രമേശ് ചെന്നിത്തല. ഗവൺമെന്റിന്റെ ഒരു തുടർച്ചയായിരിക്കും മിക്കവാറും ഉണ്ടാവാൻ ചാൻസ്. തുടർ ഭരണം ഉണ്ടാവും, അതാണ് ചാൻസ്. UDF ഏകദേശം നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര സീറ്റ് ഉണ്ടാവും? 75 to 80. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ UDF വരാനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത്. കാരണം UDF കറക്റ്റായിട്ട് ഒരു ലീഡർ ഉണ്ട് പറയാൻ. ഇപ്പോൾ VD സതീശൻ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് കുറച്ചുകൂടി ഫ്യൂച്ചർ എന്താവണം എന്നുള്ള ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ UDF ആണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? VD സതീശൻ തന്നെ. ഇപ്പൊ
ഇപ്പം ഏകദേശം എത്ര സീറ്റ് ഉണ്ടാവും യു ഡി എഫിന് ഇത്ര, എൽ ഡി എഫിന് ഇത്ര എന്ന് പറയാൻ പറ്റുമോ? ഇനി എൻ ഡി എക്ക് ഏതെങ്കിലും ചാൻസ് ഉണ്ടോ? എൻ ഡി എക്ക് ഞാൻ പാലക്കാട് ചാൻസ് കണ്ടിരുന്നു. പക്ഷേ പിഷാരടിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജിയും അയാളെ സംസാരങ്ങളും ഒക്കെ അവിടെ ഇനി പിഷാരടി എന്നാണ് എനിക്ക് അവിടെ വിജയിക്കും തോന്നുന്നത്. ഞാൻ ആകെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തുള്ളതാണ് ആ നിയമത്തുള്ളത്. അത് മേ ബി BJP വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന UDF LDF ആ രണ്ട് പക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതിലിപ്പം മൂന്നാമതൊന്ന് വന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് NDA ആണ്. അപ്പം നമ്മൾ ഇത്രയും നാള് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റിയും തിരിച്ചും വോട്ട് ചെയ്തു. ഒരു പ്രാവശ്യം അവരുടെ ഇതൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഞാൻ ഒരു മുന്നണിയുടെ ആളൊന്നുമല്ല, എന്നാലും എനിക്കൊരു ചെറിയ ആഗ്രഹം എവരെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാം കൂടെ പ്രശ്നം കൂടെ ഇവിടുത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ മെസ്സേജിലൂടെ നടക്കുന്നത്. പല ഭാഗത്തും പല പ്രശ്നങ്ങൾ ജനങ്ങൾ ഓടിക്കളിക്കുകയാണ്. ജനങ്ങൾ നാടിൽ പൊളിക്കാൻ വേണ്ടി നടക്കുന്നു, അവിടെ ഇലക്ഷൻ നടക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് UDF ഭരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യു ഡി എഫ് ആണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രി ഞാൻ ചെന്നിത്തല.